ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കണവനാക്ക് എന്തിനാണ്, അല്ലെങ്കിൽ കണവനാക്ക് കൊടുക്കുന്നതുകൊണ്ട് ബേഡ്സിന് എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടാകുന്നത്, ഇതെങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ്. ഞാൻ നേരത്തെ കണവനാക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നത് കമൻറ്റ് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അതിനും കൂടി ചേർത്ത് ഒരു റിപ്ലൈ തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സാധനമാണ് കണവനാക്ക് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എന്നോട് കുറേ പേര് പറഞ്ഞത് കണവ എന്ന് പറഞ്ഞ മീനിൻ്റെ നാക്കാന്ന്. വേറെ കുറച്ച് പേര് പറഞ്ഞു ഇത് അതിൻ്റെ പുറത്ത് ഏതാണ്ടൊരു എല്ലോ ബോണോ അങ്ങനെ എന്തോ സാധനമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് കണവയുടെ നാക്കാന്നായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ എനിക്ക് ഈ സാധനം ഇഷ്ടം പോലെ ബീച്ചിൽ നിന്ന് കിട്ടി. അപ്പം എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇത് കണവയുടെ നാക്കല്ല. കാരണം നാക്ക് എപ്പോഴും എന്തിൻ്റെ ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ആയിരിക്കുമല്ലോ. ഇത് ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല, ഇത് ഹാർഡാണ്. അപ്പോൾ ഇത് കണവ എന്ന് പറഞ്ഞ മീനിൻ്റെ ബോണാണ്. ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബീച്ചിൽ നിന്ന് കിട്ടുന്നത്. സാധാരണ ഞാനിത് പൂജാക്കടയിൽ നിന്നൊക്കെ മേടിക്കും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ മീൻ കൊണ്ടുവരുന്ന മീൻകാരോട് പറഞ്ഞു വിടുമ്പോൾ അവർ ഈ സാധനം എനിക്ക് കൊണ്ടുതരാറുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര ലൈവായിട്ട് ഈ സാധനം എനിക്കിങ്ങനെ കടലിൽ നിന്ന് കിട്ടുന്നത്. ഇത് കിട്ടിയത് എവിടെ നിന്നൊക്കെ എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ കണവ നാക്കെന്ന് പറഞ്ഞ സാധനം ബേഡ്സിന് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബേഡ്സിന് കാൽസ്യത്തിന് വേണ്ടിയാണ്. കാൽസ്യം ചെല്ലുമ്പോൾ ബേഡ്സിൻ്റെ മുട്ട നല്ല രീതിയിൽ തോടിന് ബലം വെക്കും. അപ്പം മുട്ട ഇങ്ങനെ ഈ ചില കോഴിയൊക്കെ ഇടുമ്പോൾ നമ്മൾ മുട്ട കണ്ടിട്ടില്ല, ഇങ്ങനെ തോല് മൂക്കാത്തത്, അതുപോലെ ആകില്ല. മുട്ട തോടിന് നല്ല കട്ടി വരും. അപ്പോൾ അതിനാണ് ഈ കണവനാക്ക് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടലിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് കടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് തുടയ്ക്കുക. ചിലപ്പം പൊടിയൊക്കെ കാണാം, ഒരു ബൾക്കായിട്ട് അടുക്കി വെക്കുന്നതുകൊണ്ട് അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് തൂത്തതിന് ശേഷം നമുക്ക് ഈ സാധനം നേരെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് ബേഡ്സിന് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ലൈവായിട്ട് കടലിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പോൾ ഇതൊരിക്കലും ഡയറക്റ്റ് ഞാൻ കൂട്ടിക്കൊണ്ടിടത്തില്ല. ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി അതിലെ മണ്ണൊക്കെ മാറ്റി അത് ക്ലീൻ ആക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കി അതിന് ശേഷം മാത്രമേ ബേഡ്സിന് കൊടുക്കത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാം, കാരണം അത് ഓൾറെഡി ക്ലീനായിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. നമുക്കിങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കടലിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയ ഉപ്പിൻ്റെ എന്തെങ്കിലും അംശം സ്വാഭാവികമായിട്ടും അത് കാണും. അതുകൊണ്ട് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി അതിലെ മണ്ണൊക്കെ മാറ്റി അതിന് ശേഷം നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച് ഉണക്കി നമുക്ക് ബേഡ്സിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ചുമ്മാ മറൈൻ ഡ്രൈവ് കറങ്ങാൻ വേണ്ടി പോയപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. അപ്പം പെട്ടെന്ന് എപ്പോഴും ബോട്ട് സർവീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് ബീച്ചിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കരയ്ക്ക് അടിഞ്ഞ് കാണുന്നത്. ആദ്യം 2-3 എണ്ണം കണ്ടു. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇത് കാണുമെന്ന്. പിന്നെ അവിടെ നിന്നൊരു 2-3 ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കണവനാക്കാന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ നടന്ന് കിട്ടിയ സാധനം മൊത്തം പെറുക്കി ബാഗിനകത്തിട്ടു. ബേഡ്സിനോട് കൊടുക്കാമല്ലോ, എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കിട്ടിയപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് അതെല്ലാം പെറുക്കിയെടുത്ത് നേരെ ബാഗിനകത്തിട്ട് ഇനി അത് കഴുകി ബേഡ്സിന് കൊടുക്കണം. അപ്പം ഇതാണ് കണവനാക്കെന്ന് പറയുന്നത്. എൻ്റെ ഇത്ര നാളത്തെ സംശയം ഇത് കണവ പറഞ്ഞ മീനിൻ്റെ നാക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നാക്കല്ല എന്തായാലും, കാരണം നാക്കാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇത് ഫ്ലെക്സിബിൾ അല്ല, നല്ല ഹാർഡാണ് അത്യാവശ്യം. അപ്പോൾ ഇത് അതിൻ്റെ ബോൺ തന്നെയാണ്. അവന് ഇപ്പോൾ ഇത് എൻ്റെ കിട്ടിയത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഞാനിത് കഴുകി ഉണങ്ങി വേണം ബേഡ്സിന് കൊടുക്കാൻ. നിങ്ങൾ കൂട്ടി കാണുന്നതൊക്കെ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ബേഡ്സിന് കൊടുക്കേണ്ടത്. പണ്ടൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നായിരുന്നു ഇതിന് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന്. ഇത് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ മേടിക്കുക, 2-3 പീസാക്കിയിട്ട് ഒന്നെങ്കിൽ കൂട്ടി ചുമ്മാ ഇട്ട് കൊടുക്കുക. ഇനിയും കമ്പി വെച്ച് കെട്ടി കൊടുക്കണം എന്നുള്ളവർക്ക് കമ്പി വെച്ച് കെട്ടി, അപ്പോൾ ഈ സാധനം കൊടുത്തിട്ട് മൂവ് ആകത്തില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് കടലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാനിതിനെ ക്ലീനൊക്കെ ചെയ്ത് സൺലൈറ്റിൽ നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം മാത്രമേ ബേഡ്സിന് കൊടുക്കാവുള്ളൂ, ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം കൊടുക്കേണ്ടത്. ഞാനും ജസ്റ്റ് ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കണമായിരുന്നു, അതും കൂടി കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ സാധനം മാക്സിമം എല്ലാവരും ബേഡ്സിന് കൊടുക്കുക. മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കടലിൽ നിന്ന് പോയി പെറുക്കിയെടുക്കാം. ഇപ്പോൾ ഇഷ്ടംപോലെ കടലിലുണ്ട്, കടലിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. അപ്പോൾ ഇങ്ങനെ ബീച്ച് സൈഡിലുള്ളവർക്ക് ഇപ്പോൾ ബീച്ച് സൈഡിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് മറൈൻ ഡ്രൈവ് ഫോർട്ട് കൊച്ചി ഏരിയയിൽ ഇഷ്ടംപോലെ ഇത് കിട്ടുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയാണ് ഞാൻ പോയത്, അവിടെ ഇഷ്ടംപോലെ സാധനം അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന കണവനാക്കാണ്. ഇത് നല്ല രീതിയിൽ അവർ ഡ്രൈ ആയിട്ട് ഉണക്കി നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കടയിൽ ബൾക്കായിട്ടിരുന്നുകൊണ്ടായിരിക്കും അതിൽ ചെറിയ കളർ വ്യത്യാസമൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് തുണി വെച്ചൊന്ന് തുടച്ച് നേരെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന കണവനാക്കാണെങ്കിൽ നേരെ നിങ്ങൾക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കാൻ സാധാരണ തോർത്തിട്ട് എല്ലാം തുടച്ച് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതാണെങ്കിൽ എനിക്ക് ഞങ്ങളുടെ മീൻ കൊണ്ടു തരുന്നൊരു ചേട്ടൻ കൊണ്ടു തന്നതാണ്. പുള്ളി കടലിൽ മീൻ എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ്. പുള്ളി പറഞ്ഞത് കണവ പൊളിക്കുന്നിടത്തുനിന്ന് പുള്ളി എടുത്തിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഇത് മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. അധികം ബ്രൗൺ ഷെയ്ഡൊന്നും വന്നിട്ടില്ല. അതായത് ഇത് ഉണങ്ങാനുണ്ട്. ഇതിന് ഒരു സ്മെല്ലും ഇച്ചിരി അരവൊക്കെ ഉണ്ട്. കണ്ടോ ഈ നീറും അതുപോലെ ഈച്ചയൊക്കെ ഒത്തിരി അലട്ടുന്നത് കണ്ടോ. അതായത് അതിന് ഒരു പച്ച മാംസത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഉണക്കണം. കടലിൽ നിന്ന് കിട്ടിയപ്പോൾ പുള്ളി എനിക്ക് കൊണ്ട് തന്നതാണ്. എനിക്കിങ്ങനെ ഇത് വളർത്തുന്നുണ്ടെന്ന് പുള്ളിക്കറിയാം. ഞാൻ ഓൾറെഡി പുള്ളിക്കാരോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റേതിനെ വെച്ച് കടയിൽ നിന്ന് മേടിച്ചതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫ്രഷാണ്. കളറൊക്കെ കണ്ടോ നല്ല വെളുത്ത് ഇച്ചിരി അരവൊക്കെ ഉണ്ട്. നമ്മളിതിന് നല്ല രീതിയിൽ കഴുകി ഉണക്കിയാണ് ഈ ബേഡ്സിന് കൊടുക്കുന്നത്. ഇത് പിന്നെ ഇന്നലെ എനിക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. ഇതെനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ സാധനമാണ്. ഇങ്ങനെ കടലിൽ നിന്ന് നേരിട്ട് നമുക്കിങ്ങനെ ലൈവായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. തിരയടിച്ച് വരുന്ന കൂട്ടത്തിൽ ഈ പീസും ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ പീസൊക്കെ കിട്ടി. ഇനി ചെറുതൊക്കെ ഇനിയും വേറെ കണവയെ പിടിച്ചിട്ട് ആൾക്കാർ പൊളിച്ചിട്ട് വേസ്റ്റ് കൊണ്ട് കടലിൽ കളഞ്ഞതാണോ അതോ കടലിൽ നിന്ന് കയറി വരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതും. പിന്നെ പണ്ടൊരു കമൻറ്റിന് റിപ്ലൈ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കമൻറ്റ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ കൂടി ചേർത്ത് പറഞ്ഞതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.